നമസ്കാരം. നമ്മൾ മലയാളികൾ നിരന്തരം ചർച്ച ചെയ്യുന്ന ഒന്നാണ് മാലിന്യ പ്രശ്നം. എന്നാൽ അതേ നമ്മൾ തന്നെ അത്ര കണ്ട് ഗൗനിക്കാത്ത ഒന്നാണ് ആശുപത്രി മാലിന്യ സംസ്കരണം. കേരളത്തിലെ ആശുപത്രി മാലിന്യങ്ങൾ എവിടെയാണ് തള്ളുന്നത്? സംസ്ഥാന അതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്കാണ് ഈ വേസ്റ്റുകൾ എത്തിക്കുന്നത്. തമിഴ്നാട്ടിൽ എത്തിക്കുന്ന മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരു മര്യാദയും ഇല്ലാതെ വലിച്ചെറിയുകയാണ്. ആദ്യമായല്ല ഈ തോന്നിവാസത്തിന് എതിരെ തമിഴ് ജനത പ്രതിഷേധിക്കുന്നത്. ഇനിയും മാലിന്യ വണ്ടികൾ വന്നാൽ മാലിന്യവുമായി കേരളത്തിലേക്ക് മാർച്ച് ചെയ്യും എന്ന തമിഴ്നാട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ പ്രഖ്യാപിച്ചതോടെ വിഷയത്തിന് രാഷ്ട്രീയ മാനവും വന്നു കഴിഞ്ഞു. അതിർത്തിയിൽ ഇത്തരം വണ്ടികൾ തടയാൻ തമിഴ്നാട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഈ സംഭവത്തിൽ കേരള സർക്കാരിന് ഉത്തരവാദിത്വമൊന്നുമില്ല എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ നിലപാട്. ആശുപത്രി മാലിന്യങ്ങൾ പണം കൊടുത്ത് 2 കമ്പനികൾക്ക് വിൽക്കുകയാണ് ആരോഗ്യവകുപ്പ് ചെയ്യുന്നത് എന്നാണ് മന്ത്രി പറഞ്ഞത്. സർക്കാരിന് ശാസ്ത്രീയമായി ഈ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ സംവിധാനം ഇല്ലാത്തതിനാലാണ് ഏജൻസികളെ ഏൽപ്പിക്കുന്നത് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ബയോ മാലിന്യങ്ങൾ ചാക്കിലാക്കി ആരും കാണാതെ തമിഴ്നാട്ടിലെ കർഷകരുടെ ഭൂമിയിൽ എറിയുന്നതാണോ ശാസ്ത്രീയമായ സംസ്കരണം? ആരാണ് ഈ തോന്നിവാസത്തിൻ്റെ ഉത്തരവാദികൾ? പരിശോധിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ ബെന്നി ജോസഫ് ജനപക്ഷം, ഡോക്ടർ SS ലാൽ ആരോഗ്യ വിദഗ്ധൻ, ഡോക്ടർ എബ്രഹാം വർഗീസ് അദ്ദേഹം IMAയുടെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇമേജ് സംവിധാനത്തിൻ്റെ ചെയർമാൻ കൂടിയാണ്, ശ്രീ മിഥുൻ വിജയകുമാർ നിരീക്ഷകൻ എന്നിവർ ആണ്. ആദ്യം ശ്രീ എബ്രഹാം, ഡോക്ടർ എബ്രഹാം, ഈ മന്ത്രിയുടെ പ്രതികരണമടക്കം ഞങ്ങൾ ഈ വാർത്തയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ലഭിച്ച ദൃശ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ആണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ഞങ്ങൾ 2 ദിവസമായി ഈ വാർത്ത പുറത്തുവിടുന്നു. പിന്നാലെ മറ്റു മാധ്യമങ്ങളടക്കം ഇപ്പോൾ ഇത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ആദ്യമായല്ല ഇങ്ങനെയൊരു പ്രതിഷേധമൊക്കെ തമിഴ്നാടിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി ഈ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് മന്ത്രി പറഞ്ഞ ആ 2 ഏജൻസികളാണോ? എല്ലാവർക്കും നമസ്കാരം. മന്ത്രി പറഞ്ഞ പ്രസ്താവനയില് കുറച്ച് സത്യമുണ്ട്, കുറച്ച് തെറ്റുമുണ്ട്. സത്യം എന്ന് പറയുന്നത് കേരളത്തിലെ അംഗീകൃത ഏജൻസികൾ, അതായത് സംസ്ഥാന പൊല്യൂഷൻ കൺട്രോൾ ബോർഡും നാഷണൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും അംഗീകരിച്ചിരിക്കുന്ന 2 ഏജൻസിയാണ് കേരളത്തിലുള്ളത്. ഒന്ന് IMAയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഇമേജും, രണ്ടാമത്തെ എറണാകുളത്തുള്ള KAIL എന്ന് ഉള്ള ഒരു സ്ഥാപനം. ഇങ്ങനെ 2 സ്ഥാപനങ്ങളിലായിട്ട് ആണ് ബയോമെഡിക്കൽ മാലിന്യം ട്രീറ്റ് ചെയ്യുന്നത്. ട്രീറ്റ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുമ്പോൾ ശാസ്ത്രീയമായ രീതിയിൽ ഈ ബയോമെഡിക്കൽ വേസ്റ്റിനെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇമേജ് ഒരു ദിവസം 55.8 ടൺ ട്രീറ്റ് ചെയ്യുമ്പോൾ KAIL എന്ന് പറയുന്ന സ്ഥാപനം ഏതാണ്ട് 15 ടൺ വേസ്റ്റ് ആണ് ഒരു ദിവസം കൈകാര്യം ചെയ്യുന്നത്. ശരി. ആശുപത്രിയിലെ മാലിന്യങ്ങൾ മൊത്തത്തിൽ എടുക്കുമ്പോൾ അതിന്റെ ഒരു 15% മാലിന്യം മാത്രമേ ബയോമെഡിക്കൽ വേസ്റ്റ് മാലിന്യങ്ങൾ ഉണ്ടാകുന്നു. ബാക്കി 85% ജനറൽ വേസ്റ്റ് ആണ്. ഈ 15% ബയോമെഡിക്കൽ വേസ്റ്റിനകത്ത് ഇൻഫെക്ഷ്യസ് വേസ്റ്റും ഹസാർഡസ് വേസ്റ്റും ഉണ്ടാവും. ഈ 15% എന്ന് പറയുന്ന വേസ്റ്റ് ജനറൽ വേസ്റ്റിന്റെ ഒപ്പം കൂട്ടിക്കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് ആയി മാറും. അപ്പൊ ഈ 15% ബയോമെഡിക്കൽ മാലിന്യങ്ങൾ കേരളത്തിലുള്ള 20,000-ൽ പരം ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കവർ ചെയ്യുന്നത് ഇമേജ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ആശുപത്രികളും ഇതിൽ പെടുന്നുണ്ട്. മോഡേൺ മെഡിക്കൽ ഹോസ്പിറ്റൽസ് മാത്രമല്ല, ഇതിനകത്ത് ഹോമിയോ, ആയുർവേദം, യുനാനി, ലാബ് ടെക്നീഷ്യൻസ്, ഡെന്റൽ എല്ലാം തന്നെ പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാലിയേറ്റീവ് കെയർ സെന്റേഴ്സ് ഉണ്ട്, ഡൊമസ്റ്റിക് വീടുകളിൽ നിന്ന് എടുക്കുന്നുണ്ട്, ലേഡീസ് ഹോസ്പിറ്റലിൽ നിന്ന് എടുക്കുന്നുണ്ട്. അങ്ങനെ
പല മേഖലകളിൽ നിന്നും എടുക്കുന്നതാണ് ഈ 20,000 ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയും. അതിൽ ഒരു ദിവസം ഉണ്ടാകുന്ന വേസ്റ്റ് 48 മണിക്കൂർ മാത്രമേ ഈ വേസ്റ്റ് വെച്ചേക്കാനായിട്ട് നിയമം അനുവദിക്കുന്നു. അപ്പൊ ഈ 48 മണിക്കൂറിനുള്ളിൽ കേരളത്തിലെ അംഗീകൃതമായ ഈ 2 ഏജൻസികളാണ് ഈ വേസ്റ്റ് എടുക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, കേരളത്തിലെ ഈ ആശുപത്രികളിൽ നിന്നുള്ള വേസ്റ്റ് ഇത് പാലക്കാടും ബ്രഹ്മപുരത്തേക്കുമാണ് പോകേണ്ടത്. ഈ സ്ഥലങ്ങളിലേക്ക് പോകാതെ ഇതിനകത്ത് ഇടനിലക്കാരായിട്ട് ചിലർ പ്രത്യക്ഷപ്പെടുകയും ബയോമെഡിക്കൽ വേസ്റ്റ് എന്നുള്ള അതിൽ നിന്നും പ്ലാസ്റ്റിക് വേസ്റ്റ് അവരെ മാറ്റിയിട്ട്, അതായത് റെഡ് കാറ്റഗറി വേസ്റ്റ് എന്ന് പറയും ഞങ്ങളുടെ ഭാഷയിൽ. ശരി. ഈ റെഡ് കാറ്റഗറി വേസ്റ്റിൽ നിന്നും പ്ലാസ്റ്റിക് അവരെടുത്തതിന് ശേഷം ബാക്കിയുള്ള വേസ്റ്റ് ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ട് നിക്ഷേപിക്കുന്ന ഒരു തെറ്റായ പ്രവണത കുറച്ച് നാളുകളായിട്ട് കേരളത്തിൽ കണ്ടുവരുന്നു. ഇത് ചില ആശുപത്രികളുടെ അറിവോടുകൂടിയോ അറിവില്ലാതെയോ ആയിരിക്കാം. പക്ഷെ ഇത് പലരും ഇടനിലക്കാരായിട്ട് നിന്നിട്ട് ആ പ്ലാസ്റ്റിക്കിൽ നിന്ന് കിട്ടുന്ന വരുമാനം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ചിലര് ഈ വൃത്തികെട്ട പണി ചെയ്യുന്നത് എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അല്ല, ഈ ചിലർ എന്ന് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഈ 2 ഏജൻസികളാണല്ലോ കേരളത്തിൽ മുഴുവൻ. അല്ല, അതന്നാണ് ഞാൻ പറഞ്ഞത്. ഈ 2 ഏജൻസികൾക്ക് അംഗീകൃത ഏജൻസികൾ ഉള്ളൂ. അപ്പൊ ഈ അംഗീകൃത ഏജൻസികൾക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് വേസ്റ്റ് ചില ആശുപത്രികൾ നിക്ഷിപ്ത താല്പര്യം വെച്ചുകൊണ്ട് അവരുടെ ഈ ബയോമെഡിക്കൽ വേസ്റ്റിൽ നിന്ന് തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് വേർതിരിച്ചിട്ട് അത് ലോക്കൽ സ്ക്രാപ്പ് വെൻഡേഴ്സിന് കൊടുക്കുന്നു. ശരി. അവര് ഇത് മിസ്യൂസ് ചെയ്യപ്പെടുകയാണ്. അതായത് ഈ പ്ലാസ്റ്റിക്സും എല്ലാം ബയോമെഡിക്കൽ വേസ്റ്റ് തന്നെയാണ്. അത് ഒരു കാരണവശാലും ലോക്കൽ സ്ക്രാപ്പ് വെൻഡേഴ്സിന് കൊടുക്കാൻ അനുവാദമില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ചില ആശുപത്രികളില് ഇപ്പൊ നമ്മുടെ കേരളത്തിലെ കണക്കെടുത്താൽ ഈ 20,000 ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ല ശരിയായിട്ടും ഉള്ളത്. ഈ 2 സ്ഥാപനങ്ങളിലും മെമ്പർഷിപ്പ് അഫിലിയേഷൻ എടുക്കാത്ത കുറെ ആശുപത്രികൾ ഇവിടെ വേറെയുണ്ട്. ശരി. അങ്ങനെയുള്ളവരുടെയും ശരിയായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു നിർമ്മാർജ്ജനമല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രതിസ്ഥാനത്ത് സർക്കാരിനും പൂർണ്ണമായും പറഞ്ഞൊഴിയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതായത് ആരോഗ്യമന്ത്രി പറഞ്ഞത് സർക്കാരിന് ഒരു പങ്കുമില്ല ഇതിൽ എന്നാണ്. ഒരു കാരണവശാലും സർക്കാരിന് ഇത് കൈയൊഴിയാനായിട്ട് സാധിക്കത്തില്ല. ബിക്കോസ് ഈ സർക്കാരിന്റെ ആശുപത്രികളിൽ നിന്നുള്ള വേസ്റ്റും ഞങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ കോളേജ്, ഗവൺമെന്റ് ആശുപത്രികള്, ഹോമിയോ ഡിസ്പെൻസറികള്, താലൂക്ക് ഹോസ്പിറ്റൽസ്, ഗവൺമെന്റ് ഡിസ്പെൻസറി, ഇവിടെ നിന്നെല്ലാം ഉള്ള വേസ്റ്റ് നമ്മളാണ് എടുക്കുന്നത്. മാഡം ഇന്ന് പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ കാശ് കൊടുത്തിട്ടാണ് ഇത് ചെയ്യിക്കുന്നതെന്ന് പറയുന്നതും ശരിയാണ്. പക്ഷേ അത് കാശ് കൊടുത്ത് ചെയ്യുമ്പം ഇത് എൻഷുർ ചെയ്യേണ്ട ഒരു ചുമതല സംസ്ഥാന സർക്കാരിന്റെയാണ്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിലുള്ളതാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. അപ്പൊ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അടുക്ക് ഇങ്ങനെയുള്ള തെറ്റായ ചില പ്രവണതകൾ ഉണ്ടെന്നുള്ള കാര്യം ഇമേജിൽ നിന്നും അവരെ രേഖാമൂലം അറിയിച്ചിട്ടുള്ളതാണ്. സംസ്ഥാന സർക്കാരിനെയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെയും വളരെ കാലം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ അതായത് ഇപ്പോൾ ഈ വാർത്തകൾ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഇമേജ് ഔദ്യോഗികമായി സർക്കാർ സംവിധാനത്തെ ഈ പ്രതിസന്ധി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട് എന്നത് രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ മാതിരിയുള്ള നടപടികൾ നടക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ കോടതിയിൽ വരെ കേസ് വന്നിട്ടുണ്ട്. ഗ്രീൻ ട്രിബ്യൂണൽ, നിങ്ങൾക്ക് അറിയായിരിക്കും, ഗ്രീൻ ട്രിബ്യൂണലിൽ ഇതിന്റെ പേരിൽ കേസ് വരികയും, അതായത് ഏതോ വഴിയോരങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള ബാഗുകൾ കണ്ടെടുത്തു എന്നും പറഞ്ഞിട്ട് കേസ് ഉണ്ടാകുകയും ഗ്രീൻ ട്രിബ്യൂണൽ കർശനമായ നിർദ്ദേശം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് നൽകുകയും ചെയ്യുകയുണ്ടായിട്ടുണ്ട്. ഇവിടെ ഇമേജിനോ KEL എന്ന് പറയുന്ന സ്ഥാപനത്തിനോ ഈ വേസ്റ്റ് വഴിയിൽ തള്ളേണ്ട യാതൊരു കാര്യവും ഇല്ല. കാരണം ഇവര് കളക്ട് ചെയ്യുന്ന വേസ്റ്റ് മുഴുവൻ ബാർകോഡഡ് ബാഗ്സിലാണ്, നമ്മൾ തന്നെ കൊടുക്കുന്ന ബാർകോഡഡ് ബാഗ്സിലാണ് ഈ വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്ത് കളക്ട് ചെയ്യേണ്ടത്. ഈ ബാർകോഡഡ് ബാഗ്സ് നമ്മൾ എടുക്കുന്ന സ്ഥലം മുതൽ ഇത് സംസ്കരിക്കുന്ന സ്ഥലം വരെ ഉള്ള യാത്ര, ട്രാൻസ്പോർട്ടേഷൻ ആയാലും എടുക്കുന്നതായാലും പിക്ക് ചെയ്ത് അവിടെ ട്രീറ്റ് ചെയ്യുന്നത് വരെ ഉള്ളത് റെക്കോർഡിക്കലാണ്. ഇത് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെയും നാഷണൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെയും ഇതെല്ലാം കാണിക്കേണ്ടതാണ്. അപ്പൊ ഈ ബാർ കോഡഡ് ബാഗ്സ്, ഒരു ബാഗ് റോഡിൽ കിടന്നാൽ
ആ ബാഗ് ആരുടെയാണെന്ന് വ്യക്തമായിട്ട് ആ ബാർകോഡ് ബാഗ് നോക്കിയാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ശരി. അപ്പൊ അങ്ങനെയാണ് 2 ആശുപത്രിയുടെ പേര് ഇന്ന് നമ്മൾ മാധ്യമങ്ങളിൽ കൂടെ കണ്ടത്. അതെ, ഞാൻ അതിലേക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി വരണം എന്നുണ്ട്. അതിനു മുമ്പ് ഞാൻ ഈ ചർച്ച തുടരുമ്പോൾ ഇടയ്ക്ക് ഒന്ന് മിനിസ്റ്റർ നേരത്തെ നൽകിയ ഒരു പ്രതികരണം ഒരിക്കൽ കൂടി പ്രേക്ഷകരെ കേൾപ്പിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ മാധ്യമപ്രവർത്തകരടക്കം മിനിസ്റ്ററോട് ചോദിക്കുമ്പോൾ ഒന്നും അറിയാത്ത മട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊരു മട്ടിൽ ആയിരുന്നു. അങ്ങനെ ചോദിക്കുന്നുമുണ്ട്. അത് കൃത്യമായി ഷാർപ്പായിട്ടല്ല ചിലപ്പോൾ ആ ബൈറ്റ് കട്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ പോലും ഞാൻ ആ പ്രതികരണം ഒന്നുകൂടി ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ബയോമെഡിക്കൽ വേസ്റ്റ് വളരെ ഗുരുതരമായിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുന്നതാണ് എന്നുള്ളത് കണ്ടുകൊണ്ടാണ് അതിൻ്റെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റും അത് പ്രോപ്പറായി സംസ്കരിക്കണം എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ആശുപത്രികളിലും അത് സംബന്ധിച്ച് അതിന് പ്രത്യേകമായി സർക്കാർ പണം അനുവദിച്ചുകൊണ്ട് ബയോമെഡിക്കൽ വേസ്റ്റ് ഇങ്ങനെ കമ്പനികൾക്ക് കാരണം നമുക്കതിൻ്റെ സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് ആ സംവിധാനങ്ങൾ ഉള്ള കമ്പനികൾക്ക് നൽകുന്നത്. സർക്കാരിന് യാതൊരു ബന്ധവുമുള്ള സ്ഥാപനവുമല്ല, അത് മറ്റൊരു സംവിധാനത്തിലുള്ള ഒരു സംഘടനയുടേതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കപ്പെടേണ്ടതാണ്. അത് സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ഏത് തലത്തിലാണ് ഇത് ആവശ്യമുള്ളത് ആ തലത്തിൽ ആ ബയോമെഡിക്കൽ വേസ്റ്റിനൊപ്പം പോയിട്ടുള്ളതാണോ എന്നുള്ളത് ആയിരിക്കാം. അപ്പോൾ അത് ആരാണ് ചെയ്തത് എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ സർക്കാർ ഏതെങ്കിലും തരത്തിൽ അതിൽ സ്വീകരിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് നോക്കും. ഏതായാലും ആരോഗ്യവകുപ്പ് ഇത് സംബന്ധിച്ച് പരിശോധന നടത്തുന്നു. നോക്കൂ ഡോക്ടർ എബ്രഹാം, താങ്കൾ പറഞ്ഞത് സത്യമാണ് എങ്കിൽ താങ്കൾ രേഖാമൂലം അറിയിച്ചു എന്ന് പറഞ്ഞത് കൊണ്ടാണ്. ആ രേഖയൊന്നും ഇപ്പോൾ ചർച്ചയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ടാകാൻ സാധ്യതയില്ല. എങ്കിൽ പോലും മിനിസ്റ്ററുടെ ആ ചോദ്യത്തിനും മറുപടിക്കൊക്കെ കേട്ടില്ലേ, അങ്ങനെ ഉണ്ട് എങ്കിൽ എന്നൊക്കെ പറയുമ്പോൾ മിനിസ്റ്റർ ഇത് ആദ്യമായി കേൾക്കുന്ന ഒരു സംഭവം മാത്രമല്ല. ഈ ഒരു സംഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് മാധ്യമപ്രവർത്തകരോട് ചില സംശയം എന്ന നിലയിൽ ചോദിക്കുന്നുണ്ട്. അത് ഈ ബൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ ഈ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ബയോ വേസ്റ്റിനെ കുറിച്ചാണോ എന്ന ചോദ്യം ചോദിച്ചതിന് ശേഷമാണ് ബയോ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്നത് വളരെ ഗൗരവമുള്ളതാണ് എന്ന് പറയുന്നത്. അപ്പോഴും ആ പ്രതികരണത്തിനിടയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇങ്ങനെയുണ്ട് എങ്കിലെന്ന്. അപ്പോൾ ഇത് കൃത്യമായി സംസ്ഥാന സർക്കാരിനെ അറിയിച്ചുവെങ്കിൽ അത് ആരോഗ്യവകുപ്പ് അറിയേണ്ടതാണ്. ഇത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ അടക്കം അറിയിച്ചുവെങ്കിൽ അത് അറിയേണ്ടതാണ്. അങ്ങനെയെങ്കിൽ സർക്കാർ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ്. അങ്ങനെയല്ല, ഞാനത് ക്ലാരിഫൈ ചെയ്യാം. സംസ്ഥാന സർക്കാരിന് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. കാരണം അല്ലല്ല എന്റെ ചോദ്യം ഇതാണ്, ഇത് അറിഞ്ഞിട്ടേ ഇല്ല എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് മിനിസ്റ്ററുടെ ഭാഗത്ത്. ഞാൻ അതിലേക്കാ വരുന്നത്. ഇന്ന് രാവിലെ പറഞ്ഞ സംഭാഷണമാണ് ഇപ്പൊ കേൾപ്പിച്ചത്. തീർച്ചയായിട്ടും ഇതിനകത്ത് രാവിലെ മുതലാണ് ഈ സാമൂഹ്യ മീഡിയകളിലൊക്കെ ഇത് പ്രത്യക്ഷപ്പെട്ടത്. അപ്പൊ ഇതിനെക്കുറിച്ച് ആളുകൾ കൂടുതലായിട്ട് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഈ പറയുന്ന നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന പല വിഷയങ്ങളും സാധാരണ ആൾക്കാർക്ക് ഇത് ഫെമിലിയർ ആയിരിക്കില്ല. അതുകൊണ്ടായിരിക്കും പലപ്പോഴും തെറ്റിദ്ധാരണ വരുന്നത്. അതിനകത്ത് മിനിസ്റ്റർ പറഞ്ഞ ഒരു കാര്യത്തിൽ കറക്ഷൻ വേണ്ടിയത് സർക്കാരിന് തീർച്ചയായിട്ടും ഉത്തരവാദിത്വമുണ്ട്. കാരണം ഒരു 30%, ഒരു 40% വരെ ഉള്ള ആശുപത്രികൾ സർക്കാർ ആശുപത്രികളാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഡോക്ടർ എബ്രഹാം വർഗീസ്, ഞാൻ താങ്കളെ പ്രതിരോധത്തിലാക്കുകയോ അല്ലെങ്കിൽ പ്രതിസന്ധിയിലാക്കുകയോ അല്ല. പക്ഷെ താങ്കൾ നേരത്തെ പറഞ്ഞത് വസ്തുതയാണല്ലോ. ഇങ്ങനെയുള്ള പ്രതിസന്ധി സംവിധാനത്തെ നേരത്തെ അറിയിച്ചു എന്നുള്ളത്, അതായത് സർക്കാർ സംവിധാനത്തെ അറിയിച്ചു എന്നുള്ളത്. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. സർക്കാർ സംവിധാനം, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സർക്കാരിന്റെ സംവിധാനമാണ്. അതാണ്. അതുപോലെ തന്നെ ഗ്രീൻ ട്രിബ്യൂണലും സർക്കാരിന്റെ തന്നെ ഇതിൽ ഉള്ളതാണ്. ഗ്രീൻ ട്രിബ്യൂണലിൽ കോടതിയിൽ കേസ് വരികയും ഇതിന് വ്യക്തമായ ഡയറക്ഷൻസ് ഗ്രീൻ ട്രിബ്യൂണലിൽ നിന്ന് കൊടുക്കുകയും ചെയ്യുകയുണ്ടായി. ഈ കേരളത്തിലെ ഒരു ചെറിയ സംസ്ഥാനം ആണെങ്കിൽ പോലും ഇവിടെ ഒരു ആശുപത്രി പോലും ശാസ്ത്രീയമായ സംസ്കരണം നടത്താതിരിക്കാനായിട്ട് നിയമപ്രകാരം സാധ്യമല്ല. എല്ലാ ആശുപത്രികളും ഈ ഞാൻ താങ്കളിലേക്ക് ഞാനൊന്ന് ഇടപെടുകയാണ്. മറ്റ് അതിഥികളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഈ തിരുവനന്തപുരം RCC ക്യാൻസറിലെ സെന്ററിന്റെ വിവരങ്ങളടക്കമാണ് ഈ വേസ്റ്റിൽ നിന്ന് കിട്ടിയത് എന്നുള്ളതുണ്ട്. ഞാൻ അതിലേക്ക് താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ഡോക്ടർ ലാൽ, ഇവിടെ ഇതാ മന്ത്രിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. മന്ത്രിയുടെ പ്രതികരണത്തെ സംബന്ധിച്ച് ഡോക്ടർ എബ്രാഹിമിനെ പറയുന്നതിന് ചില പ്രതിസന്ധികൾ ഉണ്ടാകാം. പക്ഷേ അദ്ദേഹം പറഞ്ഞത് മാത്രമല്ലല്ലോ, ഏതാണ്ട് കഴിഞ്ഞ വർഷവും ഇതേ സമയം തമിഴ്നാട്ടിൽ നിന്ന് ഇതേ വിഷയം ഉയർന്നു വന്നതാണ്. അവിടെ മദ്രാസ് ഹൈക്കോടതി അടക്കം ഇടപെട്ടതാണ്. അന്നും ഉയർന്നു വന്നത് തമിഴ്നാട്ടിലെ മാലിന്യം, ബയോമെഡിക്കൽ വേസ്റ്റ് അവിടെ നിക്ഷേപിക്കുന്നു എന്നുള്ളതായിരുന്നില്ല കർഷകരുടെ പരാതി. അന്നും കേരളത്തിൽ നിന്ന് മാലിന്യം അവിടെ
നിക്ഷേപിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏതോ സംവിധാനത്തിലൂടെ, അതിപ്പോൾ ഈ പറഞ്ഞ 2 ഏജൻസികൾ ആകണമെന്നില്ല, അതല്ല എങ്കിൽ തന്നെ ഏതോ സംവിധാനത്തിലൂടെ മാലിന്യം അവിടെ എത്തുന്നുണ്ട് എന്നത് നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. ഇപ്പോൾ ഈ പ്രകടിപ്പിക്കുന്നത് പോലെ എന്തോ പുതിയ സംവിധാനം പോലെ അല്ല, അത് ഏജൻസികൾക്കാണ്, ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയുന്ന സർക്കാർ പ്രതികരണം, അതിനെ ഏത് നിലയിലാണ് കാണേണ്ടത് ശ്രീലാൽ? ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണ്, വാർത്ത തന്നെയാണ്. അത് മുന്നോട്ട് പുറത്തേക്ക് കൊണ്ടുവന്ന ടെലിവിഷൻ ചാനൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തൊരു ചില അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അത് അവിടെ നിന്ന് തന്നെ തുടങ്ങണം. ഇപ്പോൾ ആരോഗ്യമന്ത്രിക്ക് എല്ലാം അറിയാവുന്ന മന്ത്രി വിശ്വസിക്കുന്നില്ല, നമ്മളും വിശ്വസിക്കരുത്. ഇപ്പോൾ കേരളത്തിലെ പൊതുജനാരോഗ്യ ബില്ലെടുത്ത് വായിച്ചു നോക്കിയാൽ അറിയാം, അടുത്ത കാലത്ത് പാസ്സാക്കിയതാണ്. കേരളത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ അധികാരി ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ്. അപ്പോൾ ആ സിസ്റ്റത്തിനെ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് മന്ത്രിമാർക്കും അത് അബദ്ധം പറ്റും, എല്ലാം അവർ അതിന് മറുപടി പറയാൻ ശ്രമിക്കും. നമ്മളും ഇരിക്കുന്ന ആരോഗ്യമന്ത്രിക്കാണ് ഇതെല്ലാം അറിയാവുന്നത്. അങ്ങനല്ല. അപ്പോൾ ആരോഗ്യവകുപ്പ് നയിക്കുന്നത് ആരോഗ്യവകുപ്പ് ഡയറക്ടറാണെന്ന് പൊതുജനാരോഗ്യ ബില്ലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് സത്യം പറയുന്ന ചോദ്യം ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ് ചോദിക്കേണ്ടിയിരുന്നത്. മന്ത്രിയും പറയേണ്ടത് എനിക്ക് എല്ലാ വിവരങ്ങളും അറിയില്ല, ആരോഗ്യവകുപ്പ് ഡയറക്ടറോട് ചോദിക്കണം. ആ സിസ്റ്റം നമ്മൾ തകർത്തത് കൊണ്ടാണ് ആരോഗ്യവകുപ്പിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇത് മന്ത്രിമാരുടെ വൺ മാൻ ഷോ ആയിട്ടൊക്കെ ആരോഗ്യവകുപ്പ് മാറിപ്പോയിട്ടുണ്ട് കുറേ വർഷങ്ങളായിട്ട്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഉത്തരവാദിത്തത്തെ പറ്റി പറയുമ്പോൾ ഇതിന് പൂർണ്ണമായ ഉത്തരവാദിത്തം ഗവൺമെന്റാണ്. അത് പൊളിറ്റിക്കലായിട്ട് പറയുന്നതല്ല. ഇപ്പോൾ സർക്കാർ സ്കൂളുകൾ, പ്രൈവറ്റ് സ്കൂളുണ്ട്. പ്രൈവറ്റ് സ്കൂളിന് ഇഷ്ടമുള്ള സിലബസ് പഠിപ്പിക്കാൻ പറ്റും, പ്രൈവറ്റ് സ്കൂളായതുകൊണ്ട്. എയ്ഡഡ് സ്കൂളാണെങ്കിൽ പൈസ കൊടുക്കുന്നു, പക്ഷേ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയാൻ പറ്റും. ഓട്ടോറിക്ഷയും ടാക്സിയും ഒക്കെ സ്വകാര്യ വാഹനങ്ങളാണ്, അവർക്ക് ഇഷ്ടമുള്ള ചാർജ് ചെയ്യാൻ പറ്റും, ഇഷ്ടമുള്ളിടത്ത് വണ്ടി ഓടിക്കാൻ പറ്റും. അപ്പോൾ ആരോഗ്യവകുപ്പിലെ മുഴുവൻ ആശുപത്രികളും മുഴുവൻ സ്ഥാപനങ്ങളും സർക്കാരിൻ്റെ കീഴിലാണ്, സ്റ്റേറ്റിനാണ് അതിൻ്റെ ഉത്തരവാദിത്തം. അങ്ങനെയാണ് ബില്ലിൽ തന്നെ പറഞ്ഞു. അപ്പം പ്രൈവറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഉത്തരവാദിത്തം ഇല്ലാന്ന് പറയാൻ പറ്റില്ല, പൈസ കൊടുക്കുന്നതുകൊണ്ട് അവരുടെ ഉത്തരവാദിത്തം പറയാം. എന്നാൽ പിന്നെ പ്രൈവറ്റ് സ്കൂളിന് ഇഷ്ടമുള്ള ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് അവിടെ ഒരു ധാരണ പെശകുണ്ട് ആരോഗ്യവകുപ്പിനെ പറ്റി, മന്ത്രിക്ക് ഉൾപ്പെടെ. അപ്പോൾ അവിടെ തന്നെ തിരുത്തേണ്ടതാണ്. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആരോഗ്യ വകുപ്പിനാണ്. അപ്പോൾ അത് ഇനി അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, നമ്മൾ ഈ സർക്കാർ ആശുപത്രികൾ സ്വകാര്യ ആശുപത്രികളൊക്കെ പ്രവർത്തിക്കുന്ന രീതികൾക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ ഡോക്ടർ എബ്രഹാം നേരത്തെ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ മുഴുവൻ ആശുപത്രികൾ ഇതിനകത്ത് ചേർന്നിട്ടില്ല ഈ സ്കീമിൽ. അപ്പോൾ ഇത് പറയുമ്പോൾ അതിൻ്റെ ഒരു ചരിത്രവും കൂടെ ഉണ്ട്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വലിയൊരു കാര്യമാണ് കേരളത്തിൽ ചെയ്തത്, ലോക മാതൃകയാണ്. കോടതി ഉത്തരവുണ്ടായിരുന്നു, ഒരു ഡെഡ് ലൈൻ കൊടുത്തു. അതിനകത്ത് ആശുപത്രി മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം, അല്ലെങ്കിൽ കോടതി ലക്ഷ്യമാകുമെന്ന് വന്ന സമയത്ത്, ഇത് ചരിത്രമൊക്കെ ഒരു പക്ഷേ ഇപ്പോഴത്തെ മന്ത്രിക്ക് അറിയില്ലായിരിക്കും, ആരോഗ്യവകുപ്പിന് സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് IMA സമീപിക്കുക, IMA ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഞാൻ അങ്ങനെയാണ് IMAയിൽ ഉണ്ടായിരുന്ന കാലത്ത് ഓർക്കുന്നുണ്ട്. വ്യത്യാസമുണ്ട് ഡോക്ടർ. 98-ലാണ് അങ്ങനെ നിയമം. അപ്പോൾ കേരള സർക്കാരിനെ സംരക്ഷിച്ചത്, രക്ഷപ്പെടുത്തിയതും കേരളത്തിൽ ജനങ്ങൾ രക്ഷപ്പെടുത്തിയ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനാണ്. വലിയൊരു കടമ്പയായിരുന്നു അത്. എളുപ്പമല്ല. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഡോക്ടർമാരുടെ സംഘടനയാണ്, അവർക്ക് ഇതിൻ്റെ സംവിധാനങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് മുഴുവൻ പഠിച്ചെടുത്ത് സജ്ജീകരണം ഉണ്ടാക്കി ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ചിലവ് ഗവൺമെൻറ് കൊടുക്കുന്നത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഗവൺമെൻറ് IMA ഏൽപ്പിച്ചത്, അല്ലെങ്കിൽ IMA രക്ഷിക്കാൻ വന്നതാണ്. അതുപോലെ മറ്റു ഏജൻസിയുണ്ട്. അപ്പോൾ ഇതിനകത്ത് മുഴുവൻ പേരും ചേരുന്നു എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം സർക്കാർ. IMAക്ക് മറ്റ് സ്വകാര്യ ആശുപത്രികളുടെ മേളിൽ എന്തെങ്കിലും അധികാരമുണ്ടോ? ഗവൺമെന്റ് അധികാരമല്ലേ. ഇപ്പോൾ ഒരു സ്കൂളിൽ തെറ്റായി പഠിപ്പിച്ചു കഴിഞ്ഞാൽ സർക്കാരിന്റെ ഉത്തരവാദിത്വം. അതാണ് ഈ മറുപടിയിൽ ഞങ്ങൾക്കും സംശയമുണ്ടായത്. അതായത് ഞങ്ങളിത് ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള സംവിധാനമൊന്നും ഇല്ലാത്തത് കൊണ്ട് 2 കമ്പനികളെ ഏൽപ്പിച്ചു. ആ കമ്പനികളുടെ മാത്രം ഉത്തരവാദിത്തമാണിത്, സർക്കാരിന് പങ്കൊന്നുമില്ല. താങ്കൾ ആ പ്രതികരണം കേട്ട് കാണും, അങ്ങനെ തന്നെയാണ് പറയുന്നത്, സർക്കാരിന് ഇതിൽ പങ്കൊന്നുമില്ല. വിദ്യാഭ്യാസ മന്ത്രി പറയാൻ പറ്റുമോ? പ്രൈവറ്റ് സ്കൂളാണ്, അവർക്ക് ഇഷ്ടമുള്ള പഠിപ്പിച്ചോട്ടെ, അത് ഞങ്ങളുടെ ഉത്തരവാദിത്തം. അതുപോലെയാണ് അത്. മന്ത്രിക്ക് ഇക്കാര്യത്തിൽ ധാരണാപെശകാണ്. അത് അവരെ ഉണ്ടാക്കി സൃഷ്ടിച്ച നമ്മുടെ പൊതുജനാരോഗ്യ ബില്ല് അവരൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാകുന്ന കാര്യമാണ്. കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ ഇതിങ്ങനെയാണ് സംഭവിച്ചു പോകുന്നത്. പിന്നെ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർമാർ വലിയ ടീമാണ്, സാങ്കേതിക ടീമാണ്. ഞാനത് കുറേ വർഷമായിട്ട് പറയുകയാണ്. അവരെല്ലാം മാറ്റി നിർത്തിയിട്ട് എല്ലാം ആരോഗ്യമന്ത്രി പറയേണ്ട ഉത്തരവാദിത്തം. നമ്മളും ചോദിക്കേണ്ട ആരോഗ്യവകുപ്പ് ഡയറക്ടറോടാണ്. ഞാൻ ചോദിച്ചോട്ടെ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ ആരാന്ന് നമുക്കറിയാവും? ആരെന്ന് പോലും അറിയില്ല. എന്നാൽ പൊതുജനാരോഗ്യ ബില്ല് എഴുതി വെച്ചേക്കുന്ന ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ് കേരളത്തിന്റെ ആരോഗ്യത്തിന്റെ അധികാരി എന്നാണ്, മന്ത്രിയല്ല. ഈ ധാരണ മന്ത്രിക്കില്ലാത്തതുകൊണ്ട് നമുക്കില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇവരോട് ചോദിച്ചിട്ട് അബദ്ധങ്ങൾ കിട്ടുന്നത്. പൊളിറ്റിക്കലായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി മന്ത്രിക്കാണ്. അല്ല, അങ്ങനെ ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഒന്നും ചോദിച്ചാൽ പ്രതികരിക്കില്ല ശ്രീലാൽ. ഞങ്ങൾ മാധ്യമപ്രവർത്തകർ, കാരണം അവർക്ക് പ്രതികരിക്കുന്നതിനും പരിമിതിയുണ്ടല്ലോ. അതൊക്കെ മന്ത്രിമാരാണ് പലപ്പോഴും മറുപടി നൽകുക. വളരെ അപൂർവമായി എനിക്ക് തോന്നുന്നു കോവിഡ് സമയത്തടക്കം
ആരോഗ്യമന്ത്രിയോടൊപ്പമൊക്കെ ഇവർ വാർത്താ സമ്മേളനങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ചില സംശയങ്ങളൊക്കെ മന്ത്രി ഇങ്ങനെ തൊട്ടടുത്തിരിക്കുന്ന ആളോട് ചോദിക്കും, കൗണ്ടൊക്കെ എത്ര പേർക്കാണ് എന്ന് ചോദിച്ചാൽ ആ സംശയം ഒന്ന് ക്ലിയർ ചെയ്തു പോകും. അതാണ് ഇവിടുത്തെ ഒരു രീതികൾ. അവരെ കൊണ്ടാണ് പറയിക്കേണ്ടത്, അല്ലെ അവരെ കൂടെ ഇരുത്തിയിട്ടാണ് ചെയ്യേണ്ടത്. അത് നമുക്ക് ഒരുപാട് നാളായിട്ട് പറയുന്നതാണ്. അത് ഈ നാട്ടിൽ മാത്രമാണ് അങ്ങനെ ഇല്ലാത്തത്. ട്രംപ് പോലും ഫൗച്ചി ഇരുത്തിക്കൊണ്ടാണ് അവരെങ്കിൽ തർക്കം ഉണ്ടാകുമ്പോഴും സാങ്കേതിക കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് വിടുന്നത്. അങ്ങനെയാണ് ഒരാൾക്ക് ഒരു മന്ത്രിയാകുമ്പോൾ പെട്ടെന്ന് ആ വിഷയം മുഴുവൻ മനസ്സിലാകില്ല. അപ്പൊ സാങ്കേതിക വിദഗ്ധർ, അത് ആരോഗ്യവകുപ്പിന്റെ സെക്രട്ടറി അല്ല ഡയറക്ടറാണ്. ആരോഗ്യ സെക്രട്ടറിമാരും പല വഴിയിൽ വരുന്നത്. ആരോഗ്യ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി പല തട്ടുകളിൽ പ്രവർത്തിച്ച് DMO, ജില്ലാ മെഡിക്കൽ ഓഫീസർ, അഡീഷണൽ ഡയറക്ടറൊക്കെ ആയിട്ട് ഡയറക്ടർ ആകുന്നതാണ്. അപ്പൊ അവർക്കാണ് സിസ്റ്റം മുഴുവൻ അറിയാം. അവരുടെ വായ മൂടി കെട്ടിയിരിക്കുകയാണ്. നമ്മൾ മലയാളം ഭാഷ തമാശ പറയുന്ന പോലെ ക്ലിപ്പിട്ട് വെച്ചിരിക്കുക. അത് സിസ്റ്റമാണ്. ഞാനത് രാഷ്ട്രീയ പാർട്ടികളെ ഒന്നും ബന്ധിച്ച് പറയുന്നതല്ല. ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് ആരോഗ്യവകുപ്പിന്റെ മുന്നിൽ നിന്ന് കാര്യങ്ങൾ പറയാൻ കഴിയാതെ വരുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. ഒരിടത്തൊരു മാതൃകയല്ല. പൊളിറ്റിക്കലായിട്ട് ഉത്തരങ്ങൾ ആരോഗ്യമന്ത്രി പറയേണ്ടി വരും, ഉത്തരവാദിത്വം എടുക്കേണ്ടി. പക്ഷെ സൈഡിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ വേണം, അവരെങ്കിലും മുന്നിൽ കൊണ്ടുവരും. ഇത് ആരോഗ്യവകുപ്പിന് ഞങ്ങൾ ഇതിനകത്ത് പാർട്ടി വ്യത്യാസമില്ലാതെ ഡോക്ടർമാരുടെ ഒരു കൺസേൺ ആണ്. ആരോഗ്യവകുപ്പിനെ പറ്റി താല്പര്യമുള്ളവർ കൺസേൺ ആണ്. ആരോഗ്യവകുപ്പ് തിരിച്ച് ആരോഗ്യവകുപ്പ് ഡയറക്ടറേലും എന്താണ് ഭാഗികമായിട്ടെങ്കിലും അവരെ ഏൽപ്പിക്കുകയും അവരെ ശക്തിപ്പെടുത്തുകയും, അല്ലെങ്കിൽ ഇതുപോലത്തെ പൊളിറ്റിക്കൽ ആയിട്ട് പറയുമ്പോൾ അബദ്ധങ്ങൾ പറഞ്ഞു. ഞാൻ താങ്കളിലേക്കും എത്താം. നമുക്കൊരു ഇടവേള വളരെ പെട്ടെന്നുണ്ട്. ശ്രീ ബെന്നി ജനപക്ഷവും അതോടൊപ്പം തന്നെ ശ്രീ മിഥുൻ വിജയകുമാറും ചർച്ചയിൽ തുടരുകയാണ്. അവരിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ബെന്നി ജോസഫ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മാലിന്യ വിഷയം എന്നത് ഒട്ടും പുതുമയുള്ള ഒന്നല്ല. അത് പക്ഷേ നമുക്ക് ചുറ്റുമുള്ള മാലിന്യമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. എങ്കിൽ ഇതാ ഇവിടുത്തെ ആശുപത്രികളിൽ നമുക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകൾ, കുറിപ്പുകൾ, അതിൻ്റെ എല്ലാം ബാക്കി പത്രമായിട്ട് വരുന്ന വേസ്റ്റ് അത് തമിഴ്നാട്ടിൽ കൊണ്ടിടുന്നു. അതാകട്ടെ അവിടുത്തെ ഏതെങ്കിലും കർഷകൻ്റെ ഭൂമിയിലായിരിക്കാം, പാട്ടത്തിനെടുത്ത ഭൂമിയിലായിരിക്കാം. അവർ രാവിലെ തൊഴിലിടത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ വേസ്റ്റ് കാണുന്നത്. അവർ അമ്പരന്ന് പോവുകയാണ്, ഇതെന്ത് ചെയ്യണം എന്നറിയുന്നില്ല. അവർ തന്നെ പറഞ്ഞത് തമിഴ്നാട് മുഖ്യമന്ത്രിയെ ബോധിപ്പിച്ചു, കോടതിയെ അറിയിച്ചു, പോലീസിനെ അറിയിച്ചു, ഒരു രക്ഷയുമില്ല എന്നാണ്. അവിടെ നിന്നുള്ളൊരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകാൻ പോകുന്നു. ഞാൻ ആ ചോദ്യം മിഥുനിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് താങ്കൾ കേരളത്തിലെ മാലിന്യ പ്രശ്നത്തിൽ സജീവമായി ഇടപെടുകയും പ്രതിഷേധിക്കുകയും പരാതി നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. ആ നിലയിൽ ഇത് എത്രത്തോളം ഗൗരവതരമാണ്? പ്രത്യേകിച്ച് ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ ആണ് ഇത്തരത്തിൽ തള്ളുന്നത്. അഭിലാഷ്, ഞാൻ ഡോക്ടർ SS ലാൽ എൻ്റെ സുഹൃത്താണ്, എബ്രഹാം വർഗീസ് സാറും എൻ്റെ സുഹൃത്താണ്. ഈ SS ലാൽ പറഞ്ഞ് നിർത്തിയെടുത്തെന്ന് ഞാൻ തുടങ്ങാം. ഒരു 2000-2004 കാലഘട്ടത്തിൽ ആശുപത്രിയിൽ സർജറി ചെയ്ത് മാറ്റുന്ന കാല്, കൈ, ക്യാൻസറിൻ്റെ ഭാഗങ്ങൾ, ഈ ചാപിള്ളകൾ, അതായത് മനുഷ്യനെ ഓപ്പറേഷൻ ചെയ്തിട്ട് മനുഷ്യ അവയവങ്ങൾ പുഴയിലും കടലിലും പറമ്പിലും എറിയുന്നതിനെ കുറിച്ച് ബെന്നി ജോസഫ് പരാതി കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും നേരം ചർച്ച ചെയ്തപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാവാത്ത വിധത്തിൽ പല കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ, അരിയാഹാരം കഴിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. മലയാളിനെ സംബന്ധിച്ച് നമ്മളെല്ലാം പെട്ടെന്ന് മറക്കുന്നു. മലയാളിനെ സംബന്ധിച്ച് ദിവസവും 2 ഷോക്കിംഗ് ന്യൂസ്, 2 ബ്രേക്കിംഗ് ന്യൂസ്. അഭിലാഷെ, ഗാന്ധിജി മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ അതൊരു ഷോക്കിംഗ് ന്യൂസ് അല്ല. പ്രേം നസീർ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ അതൊരു ഷോക്കിംഗ് ന്യൂസ് അല്ല. കാരണം അവർ മരിച്ചിട്ട് കുറെ നാളായി. ഇവിടെ നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ്, ഒരു ആശുപത്രി തുടങ്ങുമ്പോൾ, ഒരു പെട്ടിക്കട തുടങ്ങുമ്പോൾ ഇതിന് കുറെ ലൈസൻസും കാര്യങ്ങളൊക്കെ ഇല്ലേ? നമ്മുടെ ആരോഗ്യമന്ത്രി വളരെ നിസ്സാരമായി, ഞാനിപ്പോ വീണ ജോർജിനെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ശ്രീമതി ടീച്ചറിനെ, അടൂർ പ്രകാശിനെ ഒക്കെ ഉള്ള സമയത്ത് ആരോഗ്യമന്ത്രിയായിരിക്കുമ്പോൾ തലയെടുപ്പുള്ള കാര്യഗൗരവമുള്ള ഒരു IAS ഉദ്യോഗസ്ഥനുണ്ടായി ആരോഗ്യമേഖലയിൽ. പുള്ളിയുമായിട്ട് ഞാനിത് സംസാരിച്ചു. രാജീവൻ IAS ഒരു നല്ല ഹെൽത്ത് സെക്രട്ടറി ആയിരുന്നു. പുള്ളിനോട് ഞാൻ ചോദിച്ചു, ഇവിടെ ഒരു ആശുപത്രി തുടങ്ങുമ്പോൾ ഇതിനൊന്നും ഒരു നിയന്ത്രണവും, ഒരു മാതൃകാപരമായി ഒരു ആശുപത്രിയിൽ ഓപ്പറേഷൻ ചെയ്യണ വേസ്റ്റ്, ആശുപത്രിയിൽ ഉണ്ടാവണ ഇത്തരം വളരെ ഡേഞ്ചർ ആയിട്ടുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ഒരു നിയമവും ഇല്ലേ?
എനിക്കിത് മന്ത്രിയുടെ ബൈറ്റ്, വീണ ജോർജിന്റെ ബൈറ്റ് രണ്ടാമത് ഈ ചർച്ചയിലിട്ടു. ഞങ്ങൾ കാശ് കൊടുത്തിട്ടാണ് ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്നാണ് സാധാരണക്കാർക്കും അരിയാഹാരം കഴിക്കുന്നതും എന്തിനും ഏതിനും കൈക്കൂലി മേടിക്കുന്ന കേരളത്തിൽ ഞാൻ പറയുന്നു, ശരിയാണ്, കാശ് കൊടുത്തിട്ടാണ് ഇത് ചെയ്യണം. പക്ഷെ എത്ര തിരിച്ച് ഓരോ വകുപ്പും കോടിക്കണക്കിന് രൂപ കൊടുക്കുമ്പോൾ എത്ര കോടി തിരിച്ച് കിക്ക് ബാക്ക് മേടിക്കുന്നതാണ് ഇവിടുത്തെ വില്ലൻ. അഭിലാഷെ, അതിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോവരുത്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് ആയാലും അല്ല, അതിലിപ്പോൾ ഈ വിഷയത്തെ കാണേണ്ടതുണ്ടോ? കാരണം ഇത് IMA സംവിധാനത്തിലൂടെ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കാണേണ്ടതുണ്ടോ? ഉണ്ട്, പറയാം. IMAക്കല്ല, ഇന്ത്യയിൽ നിയമവാഴ്ച നഷ്ടപ്പെട്ട് കൈക്കൂലിയും രാഷ്ട്രീയക്കാരുടെ കെടുകാര്യസ്ഥയും രാഷ്ട്രീയക്കാരുടെ കിക്ക് ബാക്കും ഉള്ളിടത്തോളം കാലം, കമ്മീഷൻ മേടിക്കുന്നിടത്തോളം കാലം IMAക്കെന്നല്ല, ജനം തെരുവിലിറങ്ങി, ജനം കർശനമായി ഇത്തരം കാര്യങ്ങൾ മോണിറ്റർ ചെയ്ത് എത്രയോ അഡ്വാൻസ് ആണ് അഭിലാഷ്. നമ്മളൊക്കെ എവിടെ എത്തി നിൽക്കുന്ന രാജ്യമാണ്. ഒരു ഹോസ്പിറ്റലിലെ വേസ്റ്റ് എവിടെ വന്ന് എവിടെ പോയിന്ന് വെറും ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ SS ലാല് തന്നെ പറഞ്ഞു, എബ്രഹാം വർഗീസ് സാറും പറഞ്ഞു, ഈ ഓരോ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് മേൽ ഒരു ടാഗ് ഉണ്ടാവും. ഇത് കിട്ടിയിട്ട് ആ ടാഗ് മേൽ ബാർകോഡ് ഉണ്ട്. ഇത് എവിടെ നിന്ന് വന്നു, എന്തൊക്കെ വേസ്റ്റ് ഉണ്ട്, ഇത് എവിടെ പോകുന്നു എന്ന് കൃത്യമായിട്ട് മന്ത്രിയും കുന്ത്രിയും ഒന്നും ഇവിടെ വേണ്ട. ഇതിന് നല്ലൊരു സംവിധാനം, ഒന്നല്ലേ IMA തന്നെ, അല്ലെങ്കിൽ മറ്റ് സംഘടനകൾ ഇതൊന്ന് മോണിറ്റർ ചെയ്യാൻ പറഞ്ഞാൽ ഇത് കൃത്യമായിട്ട് കിട്ടും. ഇത് ഓരോ കുപ്പിയും ഓരോ പ്ലാസ്റ്റിക്കിന്റെ ഇതും ഓരോ ഓപ്പറേഷന്റെ മാലിന്യങ്ങളും എവിടെ സംസ്കരിച്ചു എന്ന് കിട്ടാൻ സംവിധാനങ്ങൾ ഉള്ളപ്പോൾ ഈ സംവിധാനങ്ങളൊക്കെ അട്ടിമറിച്ചുകൊണ്ട് കൈക്കൂലി എന്ന വില്ലൻ, കിക്ക് ബാക്ക് എന്നാണ് ഇപ്പൊ ഞാൻ അറിയപ്പെടുന്ന ഓമന പേര്, ഒരു ഏജൻസിനെ അങ്ങോട്ട് ഏൽപ്പിക്കുന്നു, അവർക്ക് കുറെ കോടികൾ കൊടുക്കുന്നു, ആ കോടികളിൽ നിന്ന് പല കോടികൾ തിരിച്ചു വരുന്നു. അഭിലാഷ്, ഇത് ഒരു ആഴ്ച ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. 1 മണിക്കൂർ കൊണ്ടൊന്നും ഇത് തീരില്ല. ഇവിടെ മാറാ രോഗികൾ ഉണ്ടാവുന്നു. ടാങ്കർ വെള്ളം, കൊച്ചിയിലെ ടാങ്കർ വെള്ളം പരിശോധിക്കാൻ പറ്റാത്ത സംവിധാനമില്ലാത്ത നാട്ടിൽ കിഡ്നി പേഷ്യൻസ് പെരുകയാണ് ഈ മാലിന്യം കൊണ്ട്. ഞാനൊക്കെ 65 വയസ്സായി. ഇപ്പോൾ 30-35 വയസ്സായ കുട്ടികൾ ക്യാൻസറിനും കിഡ്നി രോഗത്തിനും ഒക്കെ അടിമപ്പെടുന്നത് നമ്മൾ സ്വയം കുഴിക്കുന്ന, നമ്മൾ സ്വയം ചെയ്യുന്ന ചതി, തലമുറയോട് കാശിന്റെ ആർത്തി കാരണം, കൈക്കൂലിയും അഴിമതിയും വർദ്ധിച്ചു വരുന്ന കാരണം നമ്മുടെ മക്കൾ, നമ്മുടെ തലമുറ രോഗികളായി മാറുകയാണ്. ലാലിനോട് ചോദിച്ചു നോക്ക്, ഇവരൊക്കെ കോടതി പോയിട്ടാണ് ഈ ഉത്തരവ് മേടിക്കേണ്ടത്? ഇവിടെ ഒരു ഭരണകൂടം ഇല്ലേ? ഏതിനും എന്തിനും ഹൈക്കോടതി പോയി വിധിയും സ്റ്റേയും മേടിച്ച്, ഇനി കോടതിയിൽ നിന്ന് ഒരു വിധി കിട്ടിയാൽ ഇത് ആരാണ് നടപ്പാക്കേണ്ട? ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് അല്ലെ സുപ്രീം കോടതി ജഡ്ജിയിൽ നിന്ന് ഒരു ഉത്തരവുണ്ടായി. ഈ ഉത്തരവ് ആര് നടപ്പാക്കും? നടപ്പാക്കണത് പിന്നെയും കൈക്കൂലിക്കാരായി നമ്മൾ തെരഞ്ഞെടുത്ത കൊഞ്ഞാണന്മാരാണ്. ഇത് നമ്മൾ തെരഞ്ഞെടുത്തിട്ട് അനുഭവിക്കുകയാണ്. അപ്പൊ കാശ് കൊടുത്തു എന്ന് മന്ത്രി ഒറ്റവാക്കി പറയണു. അതൊക്കെ ഞങ്ങൾ കാശ് കൊടുത്തു. കാശ് കൊടുത്താ പോരാ, ആ കാശ് കൊടുത്താൽ പണിയെടുത്തോന്ന് അന്വേഷിക്കാൻ ആരോഗ്യവകുപ്പിന് മാത്രമല്ല ഇവിടുത്തെ ഓരോ വകുപ്പിനും പൈസ കൊടുത്ത. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരാൾ ജോലിക്ക് വന്ന് പറമ്പ് ക്ലീൻ ചെയ്യാൻ വന്നാൽ 1000 രൂപ അങ്ങോട്ട് എടുത്തു കൊടുത്താൽ അയാൾ എന്ത് ചെയ്തു എന്ന് നമ്മൾ നോക്കൂലേ അഭിലാഷേ? ഇതെന്തോട് ഇവര് പറയണത്? കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് ഇപ്പൊ ഇന്നലെ മാതൃഭൂമി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ ചവറെടുത്തത് കണ്ടില്ലേ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചെലവിലാണ് ഇത് നടത്തുന്നത്. ഇത് ചെലവല്ല, ചെലവായിലാണ് പോണത്. അപ്പൊ SS ലാലിനും എബ്രഹാം വർഗീസിനൊക്കെ ഇത് പറയാൻ പരിമിതികളുണ്ട്. കാരണം അവരൊരു സ്ഥാനത്ത് നിൽക്കണം. എന്നെ പോലെയുള്ളവർക്ക് ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് പറയണു, നമ്മുടെ സർക്കാർ കോടികൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കാശ് ഇങ്ങനെ വാരി കൊട്ടയിൽ ഇങ്ങനെ കൊടുക്കുവാണ് നികുതി പണം എടുത്ത്. ഇവർ ഓരോ ആശുപത്രിയിൽ നിന്നും എന്ത് കളക്ട് ചെയ്തു, എവിടെയൊക്കെ കൊണ്ടുപോയി കളഞ്ഞു, ആരാണ് ഇത് കളയണത്, എവിടെയാണ് കളയണത്, എവിടെയാണ് ഇത് സംസ്കരിക്കണമെന്ന് അന്വേഷിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ഇതൊന്നും അല്ല കാര്യം. ഞാൻ അടിയുറച്ച് ഓരോ വോട്ടർമാരോടും പറയുകയാണ്, രാഷ്ട്രീയം ഒരു തൊഴിലാക്കി, രാഷ്ട്രീയം കാശുണ്ടാക്കാനും സമ്പത്തുണ്ടാക്കാനും ഒരു മേഖലയായി മാറിയപ്പോൾ ഉത്തരവാദിത്തമില്ലാതെ MLA-മാരും മന്ത്രിമാരും ഇങ്ങനെ പറയണ കഷ്ടമാണ്. ഞങ്ങൾ കാശ് കൊടുത്തു, ഇനി ഞങ്ങൾക്കൊന്നും അറിയണ്ട. എന്തൊരു മ്ലേച്ഛമായ, എന്തൊരു ബാലിശ്യമായ ഒരു കാര്യമാണ് നമ്മുടെ മന്ത്രി പറഞ്ഞത്. അപ്പൊ അതല്ല വേണ്ടത്. ഞാൻ എഴുതി വെച്ചിരുന്നു, ജനപക്ഷത്തിനെ ഒന്ന് ഇതിന്റെ കാര്യം ഏൽപ്പിക്കാമോ? ഞങ്ങൾ 10 പൈസ ചായ പോലും മേടിക്കാണ്ട് ഈ ചവർ എവിടെ നിന്ന് എടുക്കുന്നു, ഈ ഹോസ്പിറ്റൽ വേസ്റ്റ് എവിടെ നിന്ന് എടുക്കുന്നു, ഇതെവിടെ സംസ്കരിക്കുന്നു എന്ന് ഞാൻ ഓരോ ദിവസത്തെയും റിപ്പോർട്ട് തരാൻ പറ്റും. ഈ കാശ് തന്ന ഇപ്പൊ കൊടുക്കണം. എനിക്ക് ടെൻഡർ കാണണ്ട, എനിക്ക് കേരള സർക്കാരിന്റെ ടെൻഡർ കാണണ്ട. ഇപ്പോൾ കൊടുക്കുന്ന ടെൻഡറിന്റെ
ഇപ്പോൾ കൊടുക്കുന്ന ടെൻഡറിന്റെ 75% തന്നാൽ ഓരോ ചവറും ഓരോ ഈ ഹോസ്പിറ്റൽ വേസ്റ്റും എവിടെ നിന്ന് വന്നു എവിടെ കൊണ്ട് കുഴിച്ചിടണമെന്ന് ഞാൻ എടുത്തു തരാം. ഈ വെല്ലുവിളി ഏറ്റെടുക്കാമോ എന്ന് ചോദിക്കും. അല്ലാണ്ട് വെറുതെ ആകാശത്തോട്ട് വെടിവെക്കണ ഒരു പോലീസും നടപ്പാക്കാത്ത നിയമവും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ മിഥുൻ, നമ്മൾ ഈ വിഷയം ഇന്നിപ്പോൾ ചർച്ച ചെയ്യാൻ മറ്റൊരു കാരണമുള്ളത് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്ന് വലിയ പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നേക്കാം. കാരണം BJP അവിടുത്തെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ പറഞ്ഞത് കേരളത്തിലെ വേസ്റ്റ് ഡംപ് ചെയ്യാനുള്ള ഒരു ഇടമാക്കി തമിഴ്നാടിനെ മാറ്റുന്നു സർക്കാർ. അതായത് തമിഴ്നാട് സർക്കാരും അതിനോട് കണ്ണടയ്ക്കുന്നു, അത് അനുവദിക്കില്ല. കർഷകരുടെ പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഞങ്ങളുണ്ടാകും. ഇനി ഏത് വേസ്റ്റാണോ കേരളത്തിൽ നിന്ന് തള്ളിയത് അതേ വേസ്റ്റുമായി അതിർത്തി കടന്ന് ഇവിടേക്ക് പ്രതിഷേധ മാർച്ചുമായി ഞങ്ങൾ വരും എന്നുള്ളതാണ് പറയുന്നത്. ഒരു പക്ഷേ ആ സമയത്ത് ഈ ചർച്ചകൾ ചൂടുപിടിച്ചേക്കാം. അന്നേരം ഇതിന് കൂടുതൽ രാഷ്ട്രീയ നിറം വന്നേക്കാം. പിന്നീട് തർക്കങ്ങളായി, രാഷ്ട്രീയ പോരായി, അങ്ങനെ വിഷയത്തിൻ്റെ മെറിറ്റിന് ഒരിടവുമില്ലാത്ത സാഹചര്യവും സൃഷ്ടിക്കും. അതിനു മുമ്പ് തന്നെ ഇത് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണമെന്ന ഉത്തരവാദിത്തം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യുന്നത്. പക്ഷേ അവിടെ അണ്ണാമലൈ സ്വീകരിക്കുന്ന നിലപാട് അല്ലെങ്കിൽ BJP പറയുന്ന ഒരു നിലപാടിനെ ഏത് തരത്തിലെങ്കിലും വിമർശിക്കാനാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്കളുടെ നിരീക്ഷണം എന്താണ്? തീർച്ചയായും അഭിലാഷ്, അണ്ണാമലൈ പറയുന്ന കാര്യങ്ങളെ വിമർശിക്കാനുള്ള ഒരു അവകാശം കേരളത്തിന് ഇപ്പോൾ ഇല്ല. നമ്മൾ അങ്ങനെ ഒരു മോറൽ ഹൈഗ്രൗണ്ടിൽ നിന്നുകൊണ്ടല്ല സംസാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ഒരു വിഷയം ഇപ്പോൾ ഇന്നലെ പൊന്തി വന്നതല്ല. താങ്കൾ ഇത് കവർ ചെയ്തു, റിപ്പോർട്ട് ചെയ്തു എന്നൊരു വലിയ കാര്യമാണ്. കാരണം ഈ ഒരു വിഷയം ഒരിക്കലും ഡിസ്കസ് ചെയ്യപ്പെടാത്തൊരു വിഷയമാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി തമിഴ്നാട് അനുഭവിക്കുന്ന ഒരു വിഷയമാണത്. പ്രത്യേകിച്ച് തിരുനെൽവേലി, ഈ പറഞ്ഞ പോലെ തെങ്കാശി, കന്യാകുമാരി എന്നുള്ള ജില്ലകൾ, അവർക്ക് ഭയങ്കരമായിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള വേസ്റ്റ് ഡംപിങ്, ഇല്ലീഗൽ ആയിട്ടുള്ള വേസ്റ്റ് ഡംപിങ്ങിന്റെ പ്രശ്നങ്ങൾ ഒരുപാട് കാലങ്ങളായി ഉള്ളൊരു വിഷയമാണ്. അപ്പം ഹെൽത്ത് മിനിസ്റ്റർ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പം ഒന്നും അറിയാത്ത പോലെ ഇത് ഇന്നലെ ഉണ്ടായ ഒരു സംഭവമാണ്, ഞങ്ങൾ അന്വേഷിക്കും, ഈ 2 എൻറ്റിറ്റീസ്, അതായത് ഒന്ന് നമ്മുടെ പാലക്കാടുള്ള ഫെസിലിറ്റി, ഒന്ന് നമ്മുടെ കൊച്ചിയിലുള്ള ഫെസിലിറ്റി, ഇവിടെ അന്വേഷണം, ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് പറയുമ്പോൾ വളരെ ഉത്തരവാദിത്തമില്ലാത്തൊരു മറുപടിയാണത്. കാരണം ഈ ഒരു വിഷയം വെറും തമിഴ്നാട് ആയിട്ട് മാത്രമല്ല, നമ്മൾ കർണാടകമായിട്ടും നേരിടുന്നുണ്ട്. കർണാടകവും ഇതേ കാര്യം ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട, എനിക്ക് തോന്നുന്നു ജാനുവരി 2019 മൈസൂർ സിറ്റി കോർപ്പറേഷൻ കേരളത്തിൽ നിന്ന് വരുന്ന ഡംപിംഗ് ട്രക്സ്, ഇതുപോലുള്ള വേസ്റ്റ് ഗാർബേജ് ഡംപിങ്ങിന്റെ ട്രക്സ് 2 എണ്ണം, 2 or 3 എനിക്കൊന്നു അവര് എന്താ പറയുക അവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഈ കഴിഞ്ഞ നവംബറിൽ ഇതേപോലെ ഗുണ്ടൽപേട്ട് വെച്ചുകൊണ്ട് 2 വണ്ടികൾ കർണാടക പോലീസ് പിടിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇവിടെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, എത്രയോ വർഷങ്ങളായിട്ടുണ്ട്. അപ്പം ഈ വിഷയത്തിൽ കേരളം കണ്ണടക്കുകയാണ്. ഇങ്ങനെയുള്ള അന്യ സംസ്ഥാനങ്ങൾക്ക് ഒരു ശല്യമായിക്കൊണ്ടിരിക്കുകയാണ് കേരളം എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് എത്രയോ കാലമായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എത്രയോ നമുക്ക് കാണാം. ഈ കൊച്ചിയിലെ ഫെസിലിറ്റി KEIL അത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ 2017 നാഷണൽ ട്രിബ്യൂണൽ തന്നെ സുവോമോട്ടോ പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമാണ് കേരളം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത്. മാത്രമല്ല, അപ്പം 2016 എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയം നാഷണൽ ട്രിബ്യൂണൽ ഉന്നയിക്കുന്നത്. കാരണം കേരളത്തിൽ വേണ്ടത്ര കോമൺ ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ഫെസിലിറ്റീസ് ഇല്ല എന്ന കാര്യം ആവർത്തിച്ച് പറഞ്ഞതിന് ശേഷമാണ് കൊച്ചിയിലെ ഫെസിലിറ്റി വന്നത്. മാത്രമല്ല, കൊച്ചിയിലെ ഫെസിലിറ്റി നേരത്തെ ഒരു പാനലിസ്റ്റ് സൂചിപ്പിച്ച പോലെ തന്നെ IMAയുടെ ഫെസിലിറ്റിയോട് എന്താ പറയുക താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാരണം അതിന്റെ എന്താ പറയുക ഡെയിലി കപ്പാസിറ്റി എനിക്ക് തോന്നുന്നു ഒരു 16 ടൺ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ സൗത്ത് റീജിയൻ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നത് എറണാകുളത്തെ ഫെസിലിറ്റിയാണ്. നോർത്ത് അല്ലെങ്കിൽ മധ്യ കേരളം മൊത്തം അങ്ങോട്ട് ഈ പറയുന്ന പോലെ പാലക്കാട് അല്ലെങ്കിൽ ഈ 2 ഫെസിലിറ്റീസ് മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ കണ്ണൂര്, വയനാട്, കോഴിക്കോട് ഇതിനെയൊക്കെ സംബന്ധിച്ച് പാലക്കാടും സൗത്തിലുള്ള കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം ഇതിനൊക്കെ, അതായത് ലീഗൽ റൂട്ട് നോക്കുകയാണെങ്കിൽ എറണാകുളവും. പക്ഷെ അവരെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പം ഇല്ലീഗൽ ഡംപിംഗ് ആയ തിരുനെൽവേലി അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ പ്രദേശങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അത് വളരെ എത്രയോ കാലങ്ങളായിട്ട് ഈ ഇല്ലീഗൽ ഡംപിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കേരള സർക്കാരിന്റെയും തമിഴ്നാട് സർക്കാരിന്റെയും അറിവോടെയാണെന്ന് അണ്ണാമലൈ പറയുമ്പോൾ അതിൽ തെറ്റില്ല. കാരണം ഈ പറയുന്ന വാഹനങ്ങൾക്കൊക്കെ തന്നെ ചെക്ക് പോസ്റ്റ് കടന്നു പോകാൻ സാധിക്കുന്നുണ്ട്. അവിടുന്ന് ഇവിടേക്ക് ഗുഡ്സ് വണ്ടികളായി വന്നിട്ട് ഇവിടുന്ന് തിരിച്ചു പോകുമ്പം വേസ്റ്റ് കൊണ്ടുപോകുന്ന ഒരു സംവിധാനം ഈ പറഞ്ഞ പോലെ ഇല്ലീഗലായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ആരും ഒരു ആക്ഷനും എടുക്കുന്നില്ല. അപ്പൊ ഈ കാര്യത്തിൽ കേരളം എന്തുകൊണ്ടൊരു ആക്ഷൻ എടുക്കുന്നില്ല? അല്ലെങ്കിൽ നമ്മുടെ ഈ എന്താ പറയുക ഈ വേസ്റ്റ് ട്രീറ്റ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരു തകർച്ച ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഈ പറയുന്ന നമ്മുടെ കോമൺ ബയോ മെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെന്റ് ഡിസ്പോസൽ ഫെസിലിറ്റി CBWTF എന്ന് പറയുന്ന ഫെസിലിറ്റി കേരളത്തിൽ ആകെ 2 എണ്ണമേ ഉള്ളൂ. തമിഴ്നാട്ടിൽ അത് 11 എണ്ണം ഉണ്ട്, കർണാടകത്തിൽ 25ഓളം ഉണ്ട്.
അപ്പം ഈ രണ്ട് സംസ്ഥാനങ്ങളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഇതിലൊരു വലിയ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സോണിൽ നമ്മളൊരു വലിയ തകർച്ചയാണ് എന്നത് ഇവിടെ നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് കേരള സർക്കാർ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് കൊണ്ടുവരാൻ എന്ത് ചെയ്യുന്നു എന്ന് നാഷണൽ ട്രിബ്യൂണൽ ആവർത്തിച്ച് ചോദിച്ചാൽ പോലും നമുക്ക് കൃത്യമായിട്ട് മറുപടിയൊന്നുമില്ല. നമ്മൾ കൊച്ചിയിൽ ഒരു ഫെസിലിറ്റി പേരിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് തകർച്ച ഈ പറഞ്ഞ പോലെ ബ്രഹ്മപുരത്തെ വിഷയം നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു എക്സംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ്. അപ്പം കേരളം എന്താ പറയുക, വേസ്റ്റ് മാനേജ്മെന്റ് കാര്യത്തിൽ ഒരു തകർച്ചയാണെന്ന് മാത്രമല്ല, അയൽ സംസ്ഥാനങ്ങൾക്ക് ഒരു ശല്യമായി മാറുന്നു എന്നതാണ്. ഇവിടെ മന്ത്രി കൈയൊഴിഞ്ഞ് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഈ പറയുന്ന രണ്ട് എന്റിറ്റീസിനെയും ബ്ലെയിം ചെയ്യുന്ന പോലെ ഒരു കാര്യമാണ് അവർ പറഞ്ഞത്. ഈ രണ്ട് എന്റിറ്റീസിനെയും ഓത്തറൈസ് ചെയ്തത് ആരാണ്? കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അല്ലേ? ഈ വിഷയം കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ കീഴിൽ വരുന്നതാണ്. ഇവിടെ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ അല്ല പറയേണ്ടത്. കാരണം ജനപ്രതിനിധി, ബ്യൂറോക്രാറ്റ്സ് അല്ല ജനങ്ങൾക്ക് മറുപടി കൊടുക്കുക. ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ് ജനങ്ങൾക്ക് മറുപടി കൊടുക്കാറ്. അപ്പം ആരോഗ്യമന്ത്രി എന്തുകൊണ്ടോ ഈ വിഷയത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. അവരിതിൽ മറുപടി പറഞ്ഞേ പറ്റൂ. കാരണം കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഥറൈസ് ചെയ്തിട്ടുള്ള രണ്ട് എന്റിറ്റീസ് ആണ് ഈ പറയുന്ന കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. അവർക്ക് അവിടെ കൃത്യമായിട്ടുള്ള ഈ കംപ്ലയൻസ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചൂണ്ടിക്കാണിക്കേണ്ടതല്ലേ? കാരണം ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പല കാലങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ വിഷയങ്ങളിലൊന്നും തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഭാഗത്തുനിന്ന് കംപ്ലയൻസ് ഇഷ്യൂസ് ഒന്നും വരാത്ത സ്ഥിതിക്ക് ഈ രണ്ട് എന്റിറ്റീസിനെ എങ്ങനെയാണ് അവർക്ക് ചോദ്യം ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ കുറ്റം പറയാൻ പറ്റുക? അപ്പൊ പെട്ടെന്ന് തന്നെ പഴിചാരുക, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുക എന്നൊരൊറ്റ കാര്യമാണ് ഇവിടെ ആരോഗ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് പൂർണ്ണ ഉത്തരവാദിത്വം എടുത്തുകൊണ്ട് നമ്മൾ വേസ്റ്റ് മാനേജ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ മേഖലയിൽ ഒരു തകർച്ചയാണ് എന്ന കാര്യം സമ്മതിച്ചുകൊണ്ട് ഇനി അതിലേക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നും അയൽ സംസ്ഥാനങ്ങൾക്ക് ശല്യമാവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുമാണ് നമ്മൾ ഒരു പക്ഷേ ആരോഗ്യമന്ത്രിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു മറുപടി. അപ്പൊ അതിനെക്കുറിച്ച് കൃത്യമായ മറുപടികൾ ഒന്നുമില്ലാതെ ഇങ്ങനെ ഏതെങ്കിലും രണ്ട് എന്റിറ്റീസിനെ കുറ്റം പറയുകയല്ല അവർ ചെയ്യേണ്ടത്. മാത്രമല്ല ഇതിൽ സർവേലൻസ് എന്നൊരു കാര്യം, GPS ട്രാക്കിംഗ് ഉള്ള വണ്ടികളാണ് ഈ പറഞ്ഞ പോലെ വേസ്റ്റ് കളക്ഷന് പോകുന്നത്. അപ്പൊ ഈ വണ്ടികളുടെ ട്രാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെ എല്ലാത്തിലും ഗവൺമെന്റിന് ഉത്തരവാദിത്വം ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കംപ്ലയൻസ് ലെവലിൽ അവർ എന്ത് ചെയ്തു? ഈ എന്താ പറയുക, ബയോ വേസ്റ്റ് മാനേജ്മെന്റ് നിയമം 2016 അതുമായിട്ട് കംപ്ലൈ ചെയ്യുന്നുണ്ട് ഈ എന്റിറ്റീസ് എന്ന് ഉറപ്പുവരുത്തുന്നത് ഗവൺമെന്റ് അല്ലേ? അപ്പം ഗവൺമെന്റ് അത് ഉറപ്പുവരുത്തിയെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഈ രണ്ട് എന്റിറ്റീസിനെ ചോദ്യം ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ആ ഒരു കുറ്റം അവരുടെ തലയ്ക്ക് വെച്ച് കെട്ടാൻ സാധിക്കുക? അപ്പം ഇവിടെ കേരള സർക്കാരിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു വീഴ്ചയാണ് അണ്ണാമലൈ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ജനങ്ങൾ അവരുടെ പ്രശ്നങ്ങളായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെ ഇങ്ങനെ എന്താ പറയുക, ലഘൂകരിക്കുന്ന രീതിയിലുള്ള മറുപടികൾ നൽകാതെ അതിൽ കൃത്യമായ മറുപടി, നമ്മൾ വേസ്റ്റ് മാനേജ്മെന്റ് കാര്യത്തിൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് സാധാരണ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അവിടെ ഡോക്ടർ എബ്രഹാമിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ശ്രീ ബെന്നി, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അദ്ദേഹം കൈ ഉയർത്തുന്നുണ്ട്. ആയിരക്കണക്കിന് ആശുപത്രിയുള്ള കേരളത്തിൽ ഞാൻ പൊല്യൂഷൻ കൺട്രോളിൽ ഒരു വിവരാവകാശം വെച്ച് ഒരു 4-5 വർഷം മുമ്പാണ് വിവരാവകാശം വെച്ചിട്ട് ചോദിച്ചു, കേരളത്തിൽ ഓപ്പറേഷൻ ചെയ്യുന്ന മാരക രോഗങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന എത്ര ആശുപത്രിയുണ്ട്, നിങ്ങൾ എന്തെല്ലാം ലൈസൻസ് കൊടുത്തിട്ടുണ്ട്, അവിടുത്തെ വേസ്റ്റ് എവിടെയാണ് കൊണ്ടുപോയി കളയുന്നത്, അതെങ്ങനെയാണ് സംസ്കരിക്കുന്നത്, ഇതിന് എന്തെങ്കിലും നിബന്ധനകളോ നിയന്ത്രണങ്ങളോ ഉണ്ടോ? എല്ലാത്തിനും അറിയില്ല. ഇത് മേലെ അയച്ചിട്ടുണ്ട്, ഇത് അങ്ങോട്ട് അയച്ചിട്ടുണ്ട്, ഇത് ആരോഗ്യ മേഖലയിൽ ചോദിക്കൂ, ഇത് മുനിസിപ്പാലിറ്റി ചോദിക്കൂ എന്ന് പറഞ്ഞൊരു മറുപടി തന്നാൽ എങ്ങനെയാണ് ഞങ്ങളെ പോലെ ഒരു പൊതുപ്രവർത്തകര്, ഇതിപ്പോ എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും വേണ്ടി ഞാൻ വന്ന് സംസാരിക്കുമല്ലോ. അഭിലാഷ്, ഈ വിഷയം ന്യൂസ് 18 എടുത്തിരിക്കുന്നത് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ലോക എൻവയോൺമെന്റ് ആണ്, വേൾഡ് എൻവയോൺമെന്റ് ആണ് നശിപ്പിക്കണം നമ്മൾ, അല്ലാണ്ട് മദ്രാസും കേരളവും അല്ല. അപ്പൊ ഇത്തരം പൊതുപ്രവർത്തനത്തിന് ഞങ്ങളെ പോലെയുള്ളവർ വിവരാവകാശം കൊടുക്കുമ്പോൾ ഞങ്ങളെ കൊഞ്ഞനം കുത്തി കാണിക്കരുത്. തീർച്ചയായും ഡോക്ടർ എബ്രഹാം, എനിക്ക് ഒരിക്കൽ കൂടി എല്ലാ അതിഥികളിലേക്ക് പോകണം. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ തിരുവനന്തപുരം RCC ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ നിന്ന് ഇമേജ് തന്നെയല്ലേ ഇത് വേസ്റ്റ് എടുക്കുന്നത്? ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് മിഥുനും ബെന്നിയും പറഞ്ഞ 1-2 കാര്യങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് പറഞ്ഞോട്ടെ. അതായത് നമ്മുടെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ഈ 2 ഏജൻസി എന്ന് പറയുന്നത് രണ്ടും ഓതറൈസ്ഡ് ഏജൻസിയാണ്. നേരത്തെ മിഥുൻ പറഞ്ഞതുപോലെ GPS ഫിറ്റഡ് വെഹിക്കിൾസ് തന്നെ വേണം എന്നുള്ളത് PCB വളരെ കൃത്യമായിട്ട് നിഷ്കർഷിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങളുടേത് ഏതാണ്ട് 75 വണ്ടികളോളം കേരളത്തിലെ എല്ലായിടത്തും സഞ്ചരിച്ചിട്ടാണ് ഈ വേസ്റ്റ് പിക്ക് ചെയ്ത് കൊണ്ടുവരുന്നത്. അത് തന്നെ സ്പെസിഫിക്കേഷൻസ് ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ ഒരു കാരണവശാലും ഇത് വഴിയിലെങ്ങും കളയാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. പിന്നെ റേറ്റ്സിനെ കുറിച്ച് പറഞ്ഞപ്പം
ഒരു കാര്യം ഒന്ന് സൂചിപ്പിച്ചോട്ടെ. ഗവൺമെന്റ് തീർച്ചയായിട്ടും ഫീസ് തരുന്നുണ്ട്. പക്ഷേ ഗവൺമെന്റിനെ സംബന്ധിച്ച് നമ്മൾ 2 തരത്തിലുള്ള ഫീസാണ് മേടിക്കുന്നത്. ഒന്ന് അഫിലിയേഷൻ ഫീസ്. ഒരു ഹോസ്പിറ്റലിൽ ഇതിന് ജോയിൻ ചെയ്യാനായിട്ട് കൊടുക്കുന്ന കാശാണ് ഈ അഫിലിയേഷൻ ഫീസ് എന്ന് പറയുന്നത്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർ അഫിലിയേഷൻ ഫീസ് കൊടുക്കുന്നില്ല, അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നില്ല. മറ്റൊന്നുള്ളത് സർവീസ് ചാർജസ് ആണ്. ഓരോ മാസവും സർവീസ് ചാർജസ് മേടിക്കുന്നു. ആ സർവീസ് ചാർജസ് തന്നെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് നമ്മുടെ പ്രൈവറ്റ് സ്ഥാപനങ്ങളെക്കാട്ടിലും വളരെ റേറ്റ് കുറച്ചാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എങ്കിൽ എല്ലാ മെഡിക്കൽ കോളേജും ഇതെല്ലാം ഈ ഫീസ് ഇനത്തിൽ ഇതേ മാതിരിയാണ് അവർ തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തരുന്നില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. മറ്റൊരു കാര്യം, സംസ്ഥാന ഗവൺമെന്റിന് റെഗുലർ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. നമ്മുടെ എല്ലാം ഡീറ്റെയിൽസ് അവർ കളക്ട് ചെയ്യുന്നുണ്ട് ത്രൂ PCB. അവർക്ക് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായ രൂപം അവർക്ക് ഈ എല്ലാ മാസത്തെയും ഡീറ്റെയിൽസിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അതുകൂടാതെ അവർ റെഗുലർ ആയിട്ട് PCB എല്ലാം വന്ന് നമ്മളുടെ സിസ്റ്റം നോക്കുകയും അതിന്റെ എമിഷൻസ് എത്ര വേണം എന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് നോക്കി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, വേസ്റ്റിന്റെ കാര്യത്തില് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതായത് ഒരു ആശുപത്രിയിലെ ഏറ്റവും മജോറിറ്റി വേസ്റ്റ്, ഒരു 85% റഫ്ലി വേസ്റ്റ് എന്ന് പറയുന്നത് ജനറൽ വേസ്റ്റ് ആണ്. ഒരു 15% ഈ ബയോമെഡിക്കൽ വേസ്റ്റ് വരുന്നു. അതായത് താങ്കൾ പറയുന്നത് ഈ RCCയിലെ വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു പോയിട്ടുള്ളത് താങ്കളുടെ ഏജൻസി വഴിയല്ല. ഞാൻ സമയപരിമിതി മൂലം കൊണ്ടാണ് ഞാൻ അതിന്റെ ഒരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അതായത് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് ആണ് ഇമേജ് ഓഫ് KEALO എടുക്കുന്നത്. ജനറൽ വേസ്റ്റ് കൊടുക്കുന്നതാണ് വേറെ ഏജൻസി. RCC ഇന്ന് സാമൂഹ്യ ഇതില് സോഷ്യൽ മീഡിയയില് പറയുന്നത് കേട്ടു. അതായത് ജനറൽ വേസ്റ്റ് അവർ വേറൊരു ഇതിൽ കൊടുക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ RCCയും മറ്റേ ഹോസ്പിറ്റലും, 2 ആരോപണ വിധേയരായ 2 ഹോസ്പിറ്റലും ഞങ്ങളുടെ അഫിലിയേറ്റഡ് മെമ്പേഴ്സ് ആണ്. അവർക്ക് ഈ വേസ്റ്റ് വഴിയിൽ കളയേണ്ട യാതൊരു ആവശ്യവുമില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് ജനറൽ വേസ്റ്റ് ആയിരിക്കണം ഈ പോയിരിക്കുന്നത്. ഈ 2 ആശുപത്രികളിലും പ്രത്യേകിച്ച് RCCയിലെ ക്വാണ്ടിറ്റി ഒക്കെ വലിയ ക്വാണ്ടിറ്റിയാണ്. അതൊക്കെ ഞങ്ങൾ ദിവസവും ആ ഹോസ്പിറ്റലിൽ നിന്ന് വേസ്റ്റ് കളക്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായും. എന്തായാലും അതിൽ ബയോമെഡിക്കൽ അവശിഷ്ടങ്ങൾ ഉണ്ട് എന്നത് ഉറപ്പാണ്. ഒരു പക്ഷേ അത് താങ്കളുടെ പറയുന്ന ഏജൻസിക്ക് തന്നെയാണ് ഈ ആശുപത്രി നൽകുന്നത് എന്ന് ഇപ്പോൾ നമുക്ക് പറയാനാവില്ല. ശ്രീ മിഥുൻ, വളരെ പെട്ടെന്ന് എന്തായിരുന്നു താങ്കൾ പറയാൻ ഉദ്ദേശിച്ചത്? നോക്കൂ, ഇവിടെ അദ്ദേഹം പറഞ്ഞത്, ഞാൻ പറഞ്ഞൊരു പോയിന്റിനെ അദ്ദേഹം കറക്റ്റ് ചെയ്യുന്നു എന്നാണ്. കാരണം കേരളം ബയോ വേസ്റ്റ് മാനേജ്മെന്റ് കാര്യത്തിൽ വളരെ നന്നായി ചെയ്യുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു പക്ഷേ ഈ ചർച്ച തന്നെ നടത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം പറഞ്ഞതിന് കോൺട്രറി ആയ ഒരു പോയിന്റ് അദ്ദേഹം പറഞ്ഞത്, ജനറൽ വേസ്റ്റ്, അദ്ദേഹം നേരത്തെ പറഞ്ഞൊരു കാര്യമായിരുന്നു, ജനറൽ വേസ്റ്റിലേക്ക് ബയോ വേസ്റ്റ് മിക്സ് ആയി കഴിയുമ്പോൾ അതിനെ നമുക്ക് ബയോ വേസ്റ്റ് ആയിട്ട് കണക്കിലെടുക്കാൻ സാധിക്കും എന്നതാണ്. അപ്പൊ അതിനോട് കോൺട്രറി ആയിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ജനറൽ വേസ്റ്റ് മാത്രമാണ് അല്ലെങ്കിൽ ബയോ വേസ്റ്റ് മാത്രമാണ് എന്ന രീതിയിലാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്. പക്ഷേ ഇവിടെ ഞാൻ പറയുന്ന ഒരു കാര്യം, ഇവിടെ ഫെസിലിറ്റി ഇല്ല എന്നതൊരു വലിയ യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഡെയിലി ബയോ വേസ്റ്റ് കപ്പാസിറ്റിയെ ഹാൻഡിൽ ചെയ്യാനുള്ള നമുക്ക് ഫെസിലിറ്റി ഉണ്ട്. പക്ഷെ അതിലേക്കുള്ള ജിയോഗ്രഫിക്കൽ ആക്സസ് ഒരു വലിയ പ്രശ്നമായി കിടക്കുന്നുണ്ട്. അത് എത്രയോ കാലമായിട്ടുള്ളതാണ്. അത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ പലതവണ ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം കൂടിയാണ്. അപ്പം കേരളം ബയോ വേസ്റ്റ് മാനേജ്മെന്റിൽ ഗംഭീരമായി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും എനിക്കത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. കാരണം ഞാൻ അതിനെ കമ്പയർ ചെയ്തുകൊണ്ടാണ് കാണുന്നത്. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലെയും അല്ലെങ്കിൽ കർണാടകത്തിലെയും ബയോ വേസ്റ്റ് മാനേജ്മെന്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, ഈ പറഞ്ഞ പോലെ കോമൺ ബയോ മെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെന്റ് ഡിസ്പോസൽ ഫെസിലിറ്റി, ഇതിന്റെ എണ്ണം നോക്കിയാൽ മാത്രം മതി നമ്മൾ എത്രത്തോളം പിറകിലാണ് എന്ന് നോക്കി കാണാൻ. അല്ല, അവരുടെ വേസ്റ്റ് പ്രൊഡക്ഷൻ നമ്മളോട് സാമ്യമാണ് സാർ. അവരുടെ വേസ്റ്റ് പ്രൊഡക്ഷൻ താങ്കൾ അത്രയും 55% 8% ക്വാണ്ടിറ്റി ടൺ എന്ന് പറയുന്നത് ഈ ഇന്ത്യയിൽ തന്നെ ഒരു സ്ഥാപനത്തിൽ പോലും ഇത്രയും ഇമേജിന്റെ കേപ്പബിലിറ്റി അല്ല ഞാൻ ഇവിടെ ചോദ്യം ചെയ്യുന്നത്. ഇമേജിന് തീർച്ചയായിട്ടും കേപ്പബിലിറ്റി ഉണ്ട്. കൊച്ചിയിലെ ഫെസിലിറ്റിയേക്കാൾ കൂടുതൽ കേപ്പബിൾ ആണെന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഓവറോൾ കേരളത്തിന്റെ ടോട്ടൽ വേസ്റ്റ് പ്രൊഡക്ഷൻ കേപ്പബിലിറ്റിയെ മാനേജ് ചെയ്യാൻ ഈ 2 ഫെസിലിറ്റീസ് മാത്രമേ ഉള്ളൂ എന്നതാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. അപ്പൊ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ പിറകിലാണ്. ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ നമ്മൾ ബയോ വേസ്റ്റ് മാനേജ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ നമ്മൾ പിറകിലാണ് എന്നത് അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. അത് സമ്മതിച്ചു കൊടുക്കുന്നത് തെറ്റൊന്നുമില്ല. കാരണം പുതിയ ഫെസിലിറ്റീസ് ഇവിടെ 2 പോരാന്നുള്ളത് കൊണ്ടാണ് കേരളത്തിലെ അടൂർ ഒരു പ്ലാന്റും കൂടെ വരാനായിട്ട് ഗവൺമെന്റ് അതാണ് സൂചിപ്പിച്ചതും ഡോക്ടർ എബ്രഹാം. എന്തായാലും ഞാൻ വളരെ പെട്ടെന്ന് ലാലിലേക്ക് അടക്കം പോകേണ്ടതുണ്ട്. ഒരു ഇടവേളയിലേക്ക് ഒരിക്കൽ കൂടി.
ഡോക്ടർ ലാൽ, ഇവിടെ ഡോക്ടർ എബ്രഹാം പറഞ്ഞതുപോലെയുള്ള ഒരു പാളിച്ച ഉണ്ടായേക്കാം. അത് തള്ളിക്കളയാൻ സാധിക്കില്ല, സാങ്കേതികമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ അതാണ് പിഴവ് സംഭവിച്ചത്, അതാണ് വേസ്റ്റെങ്കിൽ അതാണ് സംഭവിച്ചത് എന്ന് പറയാനെങ്കിലും നമ്മുടെ ഭരണകർത്താക്കൾക്ക് സാധിക്കണ്ടേ? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോൾ ഈ മിഥുൻ പറഞ്ഞതിനകത്ത് ഇതുണ്ട്. ഞാൻ പറയുന്നത് വളരെ കൃത്യമായിട്ടാണ്. ഇപ്പോൾ ഒരു ആരോഗ്യമന്ത്രിയുടെ അടുത്ത് വഴി വിളിച്ച് നിർത്തി ചോദിച്ചാൽ ചിലപ്പോൾ അവർക്കെല്ലാം അറിയണമെന്നില്ല. അല്ല, അത് വഴി നിർത്തി ചോദിച്ചാൽ അറിയേണ്ടതല്ല, ഇത് നേരത്തെ അഡ്രസ്സ് ചെയ്യപ്പെട്ട വിഷയമാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കേണ്ടി വന്നത്. അതിനാ സംശയമില്ല. ഞാൻ പറഞ്ഞത് അവർ പറയേണ്ടിരുന്ന ആരോഗ്യവകുപ്പ് ഡയറക്ടർ അല്ലെങ്കിൽ ഇന്ന അഡീഷണൽ ഡയറക്ടറാണ് എന്റെ ചാർജ്, ഇതിന്റെ വിവരങ്ങൾ. എനിക്കിപ്പോഴും ഉറപ്പാണ് മന്ത്രി ഇതിങ്ങനെ പറഞ്ഞതായിരിക്കില്ല യാഥാർത്ഥ്യം. അപ്പൊ അതിനകത്ത് മറ്റു ചില കാര്യങ്ങളൊക്കെ എന്റെ പിന്നിലുണ്ടാവും. അതിങ്ങനെ പൊളിറ്റിക്കലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ടെന്ന് നഷ്ടമാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളും പൊളിറ്റിക്കലായി ഇതിനെ ചർച്ച ചെയ്യാത്തത്. അതാണ്. കാരണം ഇതിനകത്ത് ഗവൺമെന്റിനാണ് പൂർണ്ണമായ ഉത്തരവാദിത്വം. ഈ മിഥുൻ പറഞ്ഞതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. കാരണം ഇപ്പോൾ ഈ കപ്പാസിറ്റി കൂട്ടേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഡോക്ടർ എബ്രഹാം പറഞ്ഞത് IMAയുടെ ഇമേജ് നന്നായി നടക്കും, അത് യാഥാർത്ഥ്യമാണ്. അതിനൊപ്പം തന്നെ കപ്പാസിറ്റി കൂട്ടാനായിട്ട് കൂടുതൽ സ്ഥാപനങ്ങളൊക്കെ വേണ്ടിവരും. അതിനകത്ത് ഗവൺമെന്റ് ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ഇപ്പൊ IMA ഇത് തുടങ്ങിയതുകൊണ്ടാണ് ഗവൺമെന്റ് പിടിച്ചത്, അല്ലെങ്കിൽ ഒരുപാട് കോടതി ലക്ഷ്യ കേസുകളും പ്രശ്നങ്ങളും ചെന്നപ്പെട്ടേനെ. പക്ഷെ അതിനകത്ത് നമ്മളെല്ലാവരും പൊതുവെ പറഞ്ഞതുപോലെ ഇതിനകത്ത് കുറച്ചുകൂടെ ശ്രദ്ധ വേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധ കുറച്ച് കാണുന്ന കാര്യങ്ങളെ പോലെയല്ല, ഇത് വളരെ പ്രധാനമാണ്. ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്നതാണ്, രോഗവ്യാപനത്തിന് പ്രശ്നങ്ങൾ കാരണമായെന്ന് വരും, ജനങ്ങളുടെ ആരോഗ്യത്തിന് ബാധിച്ചെന്ന് വരും, അന്തരീക്ഷത്തെ ബാധിക്കും. അതെല്ലാം കൊണ്ട് ഇതൊരു വളരെ പ്രധാനപ്പെട്ടാണ്, വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ല. മന്ത്രി അതിനകത്ത് കൈകാര്യം ചെയ്തപ്പോൾ കുറച്ചുകൂടെ ഉത്തരവാദിത്തോടെ കൈകാര്യം ചെയ്യണമായിരുന്നു. പിന്നെ വിവരങ്ങളെല്ലാം അവരുടെ കയ്യിൽ വേണമെന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായും. ശ്രീ ബെന്നി, വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കണം. നമുക്ക് ഈ ചർച്ച കൊണ്ട് വേണ്ടത് നമ്മുടെ മക്കൾക്ക്, തലമുറക്ക് അയൽവാസിയായ തമിഴ്നാട്ടിനെ ഒന്നും ദ്രോഹിക്കരുത്. നമ്മൾ അച്യുതാനന്ദൻ സർക്കാർ ഇരിക്കുമ്പോഴും ഉമ്മൻചാണ്ടി സർക്കാർ ഉള്ളപ്പോഴും ഈ വീണ്ടും നമ്മുടെ ഈ പിണറായി സർക്കാർ ഉള്ളപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, ഇതിനൊരു പബ്ലിക് ഓഡിറ്റിംഗ്, ഒരു പബ്ലിക് മോണിറ്ററിംഗ്, ഇതിനൊരു വെബ്സൈറ്റ്, ജനം അറിയട്ടെ. ഈ ചവറെടുക്കണതും പോകുന്നതും ജനം അറിയട്ടെ. ഓരോ ജില്ലയിലും ഒത്തിരി നല്ല റെസിഡൻസ് അസോസിയേഷൻ. ഇതെന്താന്ന് വെച്ചാൽ ഇവരുടെ എല്ലാ കമ്മിറ്റിയിലും കുറെ രാഷ്ട്രീയക്കാരായിരിക്കും. അപ്പോൾ അവർ ഇതിനെല്ലാം വഴിവിട്ട് ചെയ്തു കൊടുക്കും. IMA എടുത്താൽ മതി, റോട്ടറി ക്ലബ്ബ്, ലയൺസ്, റെസിഡൻസ് അസോസിയേഷൻ. പബ്ലിക് മോണിറ്ററിംഗും പബ്ലിക് ഓഡിറ്റിംഗും ഉണ്ടെങ്കിൽ ഇത് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ശരി. ഡോക്ടർ എബ്രഹാം, സമയം അതിക്രമിച്ചു നിർത്തണമെന്ന് വളരെ കൃത്യമായി നിർദ്ദേശം ലഭിക്കുന്നുണ്ട്. രണ്ട് പോയിന്റ് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒന്ന്, ഈ ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം വന്നതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട്, കേരളത്തിന് രക്ഷപ്പെടാനായിട്ട് രണ്ട് മാർഗങ്ങളാണുള്ളത്. ഒന്ന്, ഈ ജനറൽ വേസ്റ്റ് ഇത് ആരെടുത്തോണ്ട് പോകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഓരോ ആശുപത്രിക്ക് അവർക്ക് നിശ്ചയിക്കാം. പക്ഷെ ഈ ജനറൽ വേസ്റ്റ് എടുത്തോണ്ട് പോകുന്നതിന്റെ കൂടെ ബയോമെഡിക്കൽ വേസ്റ്റ് ഒരു കാരണവശാലും എടുത്തോണ്ട് പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാകരുത്. ഗവൺമെന്റ് റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ഈ സംസ്ഥാനത്തിൽ ഈ രണ്ട് ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് മാത്രം പോരാ, ഇവിടെ തീർച്ചയായിട്ടും കൂടുതൽ പ്ലാന്റ് വരണം. അതുകൊണ്ടാണ് ഞങ്ങള് അടൂര് ഒരു പ്ലാന്റ് വരാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ ജനങ്ങൾക്ക് ഭയങ്കരമായ ശത്രുതയിലാണ് ഞങ്ങളെ നോക്കിക്കാണുന്നത്. അത് വരരുതെന്നാണ്. എന്തായാലും ശ്രീ ബെന്നി പറഞ്ഞൊരു വാചകം അത് പൂർത്തീകരിച്ചുകൊണ്ട് ഞാനും പറയാം. ഞങ്ങൾ ഈ ചർച്ച നടത്തുമ്പോൾ മന്ത്രി വീണ ജോർജ് ആണോ, PK ശ്രീമതിയാണോ, KK ശൈലജയാണോ, അടൂർ പ്രകാശാണോ, ഇതൊന്നുമല്ല വിഷയം. കേരളത്തിലെ ബയോ വേസ്റ്റുകൾ കൃത്യമായി നിർമ്മാർജ്ജനം ചെയ്യേണ്ടതുണ്ട്. അത് ശാസ്ത്രീയമായി തന്നെ സംസ്കരിക്കണം. അതിൻ്റെ ഉത്തരവാദിത്തം സർക്കാർ സംവിധാനങ്ങൾക്കാണ്. അതിന് നമ്മൾ അയൽ സംസ്ഥാനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. അതിൻ്റെ രാഷ്ട്രീയമല്ല നമ്മൾ ചർച്ച ചെയ്തത്, മറിച്ച് നമ്മുടെ സംവിധാനങ്ങൾ മെച്ചപ്പെടേണ്ടതുണ്ട് എന്നതാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും ഒരേ സ്വരത്തിൽ ആ അഭിപ്രായം തന്നെയാണ് രേഖപ്പെടുത്തുന്നത് എന്നത് ആരോഗ്യകരം തന്നെ എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും.